സഹാബത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു ഭയാനകമായ ശബ്ദം കേട്ടു. സഹാബത്തൊക്കെ പേടിച്ച് വിറച്ചുപോയി. വല്ലാത്ത ശബ്ദം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ, ഈ ശബ്ദം കേട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല നബിയെ. അല്ലാഹു റസൂലുഹു അലം. നബി, അല്ലാഹുവിന്റെ റസൂലിനെ അറിയത്തുള്ളൂ, ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വന്നു വീണ ശബ്ദമാണ്. ഒരു കല്ല് വന്നു വീണ ശബ്ദമായി. ഏത് കല്ല്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്ക് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു. എപ്പോ? 70,000 കൊല്ലം മുമ്പ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് അങ്ങോട്ട് താഴോട്ടിട്ട്. ഇപ്പൊ കിണറ്റിയിടുന്ന പോലെ, കിണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്കിടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടു. ആ കല്ല് 70,000 കൊല്ലമെടുത്തു താഴെ വന്ന് വീഴാൻ. ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആഴത്ര ഉണ്ടാകും. എടാ, ഒരു കല്ല് താഴെ കിട്ടപ്പോ ആ കല്ല് താഴെ വന്ന് വീഴാൻ 70,000 വർഷം എടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും, ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാൻ ഇപ്പൊ നരകം എന്തോ എത്ര വലുതാണല്ലേ? ഈ ലോകത്തുള്ളവരെ മുഴുവനും പിടിച്ച് നരകത്തിൽ. എടാ, നിന്റെ ഉമ്മയുടെ ഗർഭാശയം എത്രയുണ്ട്? ഉമ്മയുടെ വയർ എത്രയുണ്ട്? അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത്? അതെങ്ങനെ വന്നു നമ്മൾ അതിനകത്ത് കിടക്കാൻ പറ്റും? ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്ത്. എന്തിന്? എത്ര കോടിക്കണക്കിന് പേര് ഹജ്ജിന് പോയാലും അറഫയുടെ മൈതാനയിൽ അള്ളാഹ് ആ ചെറിയ സ്ഥലം കണ്ടിട്ടുണ്ടോ? അള്ളാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോയി നിൽക്കണം. കാരണം എന്തെന്നറിയോ? ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ തൗബ കൊണ്ട് പൊറുക്കും. 3 രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത്. ഒന്നാമത്തെ പാപം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. നമുക്കിത് പഠിക്കാം. ചില സൽക്കർമ്മങ്ങൾ പൊറുക്കുന്നത്, ചില പാപങ്ങൾ പൊറുക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപം പൊറുക്കും. 2, തൗബ ചെയ്താൽ ചില പാപം പൊറുക്കും. 3, ചില പാപം പൊറുക്കണമെങ്കിൽ അത് അറഫയിലെ പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. കോടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളും. കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ അറഫ അങ്ങ് വിശാലമാകുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ വിശാലതയെ കുറിച്ചാ പഠിപ്പിച്ചേ. അപ്പൊ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും, സ്വർഗത്തിൽ നിന്ന് അകലും. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. വീടി വലിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വലിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഏത് സാധനം കഴിക്കുമ്പോഴും എഴുതി വെച്ചിട്ടില്ലേ? ശംഭു ആവട്ടെ, തുളസി ആവട്ടെ, എന്തോ ആകട്ടെ, എന്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ലതല്ല. എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ? എല്ലാരും അടിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ, നിന്റെ ശരീരത്തിനെ നജസാക്കുകയാ. ഇത് ദുരന്തമല്ലേ സഹോദര? ഇതല്ലേ ഏറ്റവും വലിയ ദുരന്തം? അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, അടുത്ത ദുരന്തം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ വെറുപ്പിക്കുകയാ. പാപം ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബിന്റെ മലക്കുകളുടെ ശാപം നമ്മൾ പിടിച്ചു വെക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ നമ്മളെ സൂക്ഷിക്കാൻ അല്ലാഹു വിട്ടിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ഞാൻ കള്ളു കുടിച്ചാൽ ആ മലക്കുകളത് കാണുന്നില്ലേ? ഞാൻ വ്യഭിചരിച്ചാൽ അത് കാണുന്നില്ലേ? ഞാൻ പലിശ തിന്നാലത് കാണുന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ അതിന് സാക്ഷിയല്ലേ? ഞാൻ കള്ളു കുടിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ സാക്ഷിയല്ലേ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു മനുഷ്യന്റെ മരണമെടുത്താൽ ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ? ആദ്യമായിട്ട് കരയുന്നത് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ട ഇടതുഭാഗത്തിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മരണം അങ്ങ് അടുക്കുമ്പോ, റൂഹ് പിടിക്കാൻ സമയമാകുമ്പോ, ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ വലതുഭാഗത്തിരുന്ന മലക്കിറങ്ങി നിന്ന് കരയുകയാണ്. ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ നല്ല
നല്ലവനായ സിറാജ് പോയല്ലോ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ. അവൻ നിസ്കാരത്തിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്, ഇൽമിന്റെ മജ്ലിസുകളിൽ സാക്ഷിയാക്കിയവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ്. അവൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കരയുകയാണ്. അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, സിറാജിനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ? അവര് പറയുന്നു, റബ്ബേ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തമ്പുരാന്, എങ്കിലും നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? കൂട്ടുകാരന് വേണ്ടി, നിങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന് വേണ്ടി. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. മലക്കുകൾ ഇബാദത്ത് ചെയ്യുകയാണ്. ഖബറിൽ കടന്നാലും എന്റെ ചുമലിൽ ഇരുന്ന മലക്കുകൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്നവൻ മരിച്ചാ ചുമലിലിരിക്കുന്ന മലക്കുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇവൻ ചത്തുപോയല്ല റബ്ബേ, ഇവൻ ചത്തുപോയല്ല റബ്ബേ. നിന്നെ സ്തുതിക്കുന്ന പടച്ചവരെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. ഇവൻ കള്ള് ഷാപ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി പടച്ചവരെ, വ്യഭിചാരശാലയിൽ കൊണ്ടുപോയി പടച്ചവരെ, വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പടച്ചവരെ, ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലാ. ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമുക്ക് എതിരായി ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെ പഠിപ്പിക്കുമ്പോ അതിനേക്കാളും വലിയ ദുരന്തമെന്താണ്? അതിനേക്കാളും വലിയ ദുരന്തമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയും പകലും അല്ലാഹുവേ നിനക്ക് എതിരാവുകയാണ്. പകല് പാപം ചെയ്താ പകല് നിനക്കെതിരാവുകയാണ്, രാത്രി പാപം ചെയ്താ രാത്രി നിനക്ക് എതിരാവുകയാണ്. അങ്ങനെ രാവും പകലും നിന്നെ കൈയൊഴിയുകയാണ്. പത്താമത്തെ ദുരന്തം എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, പത്താമത്തെ ദുരന്തം എന്താ? ഈ പത്തനാപുരത്തുകാരനായ ഞാൻ ഇവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി അറിയുമല്ലോ, ആ മുത്തുനബി പോലും എന്നെ കൈവിടുമല്ലോ, എന്നെ കൈയൊഴിയുമല്ലോ. ആ പ്രവാചകൻ എന്നോട് ദേഷ്യപ്പെട്ട പടച്ചവനെ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് എന്നെ കയ്യിൽ പിടിക്കാൻ ആരാവുള്ളത്? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആരാവുള്ളത്? മുത്തുനബിയുടെ ചാരത്തേക്ക്, ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലുമ്പോ റസൂലുള്ളാഹി എങ്ങാണ് മാറ്റി ഓടിച്ചാ പടച്ചവരെ നമ്മളെക്കാളും വലിയ നഷ്ടവാളിയാരാ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്, ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. പത്താമത്തെ ദുരന്തമെന്ത് സഹോദരാ? ഏറ്റവും വലിയ ദുരന്തമെന്ത്? പത്താമത്തെ ദുരന്തമെന്താണ്? അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുന്നിൽ ഉറപ്പായിട്ടും വരും. ഇരിക്കുന്ന അൻസാരിയാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, ഇരിക്കുന്ന നിങ്ങളാകട്ടെ, ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ഇമാം ആകട്ടെ, മുഅദ്ദിനാകട്ടെ, ഏതൊരു മനുഷ്യന്റെ മുന്നിലാണെങ്കിലും അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ. എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ, മലക്കുകൾ ഇങ്ങനെ 70,000 ഇറങ്ങി വരുന്നത്. ഒന്നും രണ്ടും മലക്കുകളല്ല, 70 മുതൽ 70,000 വരെ. സിറാജിന്റെ റൂഹ് പിടിക്കാൻ ഒരു കാറ്റടിച്ചാ ഞാൻ താഴെ വീഴും. ആരോഗ്യമുള്ളവരെ കൈയുയർത്തിയൊന്നടിച്ചാ താഴെ വീഴുന്ന എന്റെ റൂഹ് പിടിക്കാൻ 70,000 മലക്കുകള്. പടച്ചവനെ, അതാ കാല് പിടിക്കുന്നത് ഒരു വിഭാഗം, രണ്ട് കാലും പിടിക്കുന്നു, കൈകൾ പിടിക്കുന്നു. മരിക്കുന്നവൻ അനങ്ങാത്തതിന്റെ കാരണം അതാ മോനെ, ഒരു കോഴിക്കുഞ്ഞിനെ അറുത്തിട്ടാ കടന്നു പിടയുമല്ലോ, കൈകാലുകൾ അടിക്കുമല്ലോ. കണ്ടാസ്വദിക്കുന്ന മനുഷ്യ അവസാനം
തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പോകുമ്പോ പടച്ചവനെ തലയിട്ടടിച്ചടിച്ച് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ അടയുന്നത് നോക്കി ചിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ കണ്ണിലൂടെ ഇങ്ങനെ റൂഹിറങ്ങി പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട്. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണോ സഹോദരാ? വെള്ളിയാഴ്ച രാവിലൊക്കെ ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? ചിലരൊക്കെ വെള്ളിയാഴ്ച മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ? മോനെ, ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാ. ഈമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദരാ. അവനെക്കാളും വലിയ നഷ്ടവാളിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തവനെക്കാളും വലിയ നഷ്ടവാളിയാരാ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വിജയാരെന്നറിയോ? പണവും അധികാരവും ഉള്ളവനല്ല. ഏറ്റവും വലിയ വിജയാരെന്നറിയോ? അവസാനം നന്നാക്കുന്നവനാ, ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയവനാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ 10 ദുരന്തങ്ങളാണ്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുമ്പോ അവന് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അസദ്ദുൽ ഫർഹ ബി തൗബത്തി അബ്ദി. ഒരടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോ അല്ലാഹു വല്ലാതെ സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ചെയ്തു പോയ